ഷേർട്ടാസൻ, ഇപ്പോൾ താങ്കൾ നൽകിയിരുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്ക് GCDA കടന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? ഇന്നിപ്പോൾ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ താങ്കളും അറിഞ്ഞിരിക്കും. അപ്പോൾ ഒരു പരിശോധന നടത്തും, ഒരു വശത്ത് മറ്റൊരു രീതിയിലുള്ള പോലീസ് അന്വേഷണം നടക്കുകയാണല്ലോ. എന്താണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നമുക്കൊരു 2 ആഴ്ച പുറകോട്ട് പോകാം. കൊച്ചി നഗരസഭയിൽ ഒരു കൗൺസിൽ നടക്കുന്ന സമയത്ത് CPM-ന്റെ ഒരു നേതാവ് ശ്രീജിത്താണ് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു. എന്താണ് ആക്ഷേപം? 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൈക്കൂലി, കുറേ കൈക്കൂലിയുടെ കുറേ കഥകൾ പറഞ്ഞുകൊണ്ട് അവർ സക്കീറിന് അറിയാം വിഷയം. സക്കീർ ആ കമ്മിറ്റിയിൽ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഞാൻ പുറയിൽ ഇരുന്നേച്ചതാണ്. അത് ഉടനെ തന്നെ മേയർ എന്താ പറഞ്ഞത്, ഞാനത് വിജിലൻസിന് ഒരു പരാതി കൊടുക്കും, എൻക്വയറി കൊടുക്കുന്നു. ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇന്ന് ചന്ദ്രൻപിള്ള എന്താ ചെയ്യേണ്ടത്? ചന്ദ്രൻപിള്ള അവിടെ വലിയൊരു സ്കാം നടത്തുന്നത്. ചന്ദ്രൻപിള്ളക്കെതിരെ പരാതി ഞാനാണ് കൊടുത്തത്. പരാതി കൊടുത്ത ശേഷം ഇന്ന് 10:30 മണിക്ക് മീറ്റിംഗ് കൂടുന്നു, അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നടക്കുന്നു, ബഹളം നടക്കുന്നു. ചന്ദ്രൻപിള്ള ആദ്യം പറഞ്ഞതല്ല രണ്ടാമത് പറയുന്നത്. എന്തുകൊണ്ട് ചന്ദ്രൻപിള്ളക്ക് ആ ഫയലുകളെല്ലാം എടുത്ത് വിജിലൻസ് ഡയറക്ടർ കൊടുത്തുവിടാം? അവർ ഭരിക്കുന്നൊരു പാർട്ടിയല്ലേ. അപ്പോൾ അതൊന്നുമല്ല, ഇതൊരു തട്ടിപ്പാണ്. ഇപ്പോൾ എൻ്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലായത് ഉഷ എന്ന് പറഞ്ഞ AXC, അവരൊരു പാവം സ്ത്രീയാണ്. അവരിത് കണ്ടിരുന്നു. അവരുടെ ആരോ അവിടെ മകളാണോ ആരോ ആ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. 2 ദിവസം അവരോടെ കണ്ടിരുന്നു. അവിടെ ഈ പറയുന്ന നിർമ്മാണം ക്യാമ്പെയിൻ റൂൾ ആക്ടിൽ വരില്ല. കാരണം മുള കൊണ്ട് ഭയങ്കര രസമായിട്ട് നമ്മുടെ ഇരിക്കുന്ന കസേരയുടെ മുകളിൽ, ചരിത്രത്തിൻ്റെ ആദ്യമായിട്ടാണ് കസേരയുടെ മുകളിൽ സ്റ്റേജ് കിട്ടുന്നു. ആ സ്റ്റേജിൽ വന്നിട്ട് ADGP, കമ്മീഷണർ, മന്ത്രി ഇരിക്കുന്നു. മന്ത്രി പറയുന്നു, ആ ഒരു MLA പാവം, ഞങ്ങളുടെ തൃക്കാക്കര MLA ആണ് ഉമാ തോമസ്, താഴ്ത്തി വീണ് കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? സംഘാടനപരമായിട്ട് ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടില്ലെന്നാണ് ആദ്യം മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഒരു സ്കാമാണ്. ഈ സ്കാം എന്ന് പറഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി GCDയിലെ ചെയർമാൻ മാത്രം എടുത്തൊരു തീരുമാനം. അദ്ദേഹത്തിന് ഒരു അധികാരമില്ല. അദ്ദേഹം ഒരു നോമിനേറ്റഡ് പേഴ്സണാണ്. ഈ GCD എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു കേന്ദ്രമാണ് കഴിഞ്ഞൊരു 15 വർഷമായിട്ട്. നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാനാശ്ശേരി മത്സ്യകൃഷി 6 കോടി രൂപ തട്ടിക്കൊണ്ടുപോയി. എവിടെയാ പൈസ? 4 കോടി ലേസർ ഷോ, മറൈൻ ഡ്രൈവിൽ ലേസർ ഷോ, പിന്നെ 17 ഭൂമി കച്ചവടങ്ങൾ, കോടിക്കണ, ഏകദേശം ഒരു 100-200 കോടിയുടെ സ്കാമാണ് അവിടെ കഴിഞ്ഞൊരു 15 വർഷം നടന്നിരിക്കുന്നത്. ഒരു പട്ടിണിപ്പാവത്തിന് PND, എൻ്റെ വീട്ടിൽ നടക്കാവുന്ന ദൂരമുള്ളൂ, PND കോളനി, ഗാന്ധിനഗറിൽ 88 കുടുംബങ്ങളെ ഒരു പുനരുദ്ധാരണം നടത്തി. വിവിധ പാർട്ടികൾ നേതൃത്വത്തിലെത്തുമ്പോൾ ഇത് സംഭവിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് ശ്രീ ഷേർട്ടാസൻ. പക്ഷേ ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് ഈ ദിവസമുണ്ടായ ഉമാ തോമസ് ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായിരിക്കുന്ന വീഴ്ചയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ വീഴ്ച അത് മനഃപൂർവ്വമുള്ള വീഴ്ചയാണ്. അതായത് ചന്ദ്രൻപിള്ള മാത്രം, അതായത് ചെയർമാൻ, ഞാൻ പേഴ്സണൽ പേര് വിടാം, ചെയർമാൻ മാത്രം അറിഞ്ഞുകൊണ്ട്, അതായത് ഒരു അപേക്ഷ വെക്കുന്നു. 30 ദിവസം കഴിഞ്ഞ് ഈ അപേക്ഷ ചെയർമാൻ്റെ പേരിലാണ് വെക്കുന്നത്. ആ അപേക്ഷ നേരെ 30 ദിവസം കഴിയുമ്പോൾ ചെയർമാൻ ഒപ്പിട്ട് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. ഞാൻ അത് നിങ്ങൾക്ക് അലിക്ക് കൊടുത്തിരുന്നു, അതിൻ്റെ രേഖയെല്ലാം വിവരാശം വഴി എഴുത്ത രേഖയാണ്. ഞാൻ ആദ്യം തരില്ല എന്ന് പറഞ്ഞു, ഞാൻ വിജിലൻസിനോട് കയറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് രേഖ തന്നത്. അതിനുശേഷം സെക്രട്ടറി ഒപ്പിടുന്നു. സെക്രട്ടറി ഒപ്പിട്ട് അത് നേരെ എസ്റ്റേറ്റാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതായത് അവിടെ റൂം വാടക കൊടുക്കുന്നത്, ലാൻഡ് വാടക കൊടുക്കുന്നത്, എഗ്രിമെൻ്റ് എല്ലാം എക്സിക്യൂട്ട്. എസ്റ്റേറ്റ് ഒരു വിങ് ഉണ്ട് അവിടെ എസ്റ്റേറ്റ് സൂപ്രണ്ട് ഉണ്ട്, എസ്റ്റേറ്റ് ഓഫീസറുണ്ട്. അപ്പോൾ എസ്റ്റേറ്റ് ഓഫീസർ അവരെല്ലാം കൂടി തീരുമാനിച്ചു ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഏപ്രിൽ 30-ാം തീയതി വരെയും എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ്, 1 കോടി രൂപ അവർ കെട്ടിവെച്ചിട്ടുണ്ടെന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ്. അവർക്ക് വാടക കൊടുത്തേക്കാണ്. അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് 36 കോടി രൂപയാണ് FIFA Under-17 ബന്ധപ്പെട്ട് ആ സ്റ്റേഡിയത്തിന് വേണ്ടി ചെലവാക്കിയേക്കുന്നത്. അത് ഇന്റർനാഷണൽ ഫെസിലിറ്റീസ് ഉള്ള ഒരു ടർഫാണ്. അനുമതിയോട് കൂടിയാണ് അവിടെ ദിവ്യ ഉണ്ണി നൃത്തം ചെയ്തതെന്നാണ് പറഞ്ഞത്. ടർഫിൽ ദിവ്യ ഉണ്ണി മാത്രമാണ് നൃത്തം ചെയ്തത്. അപ്പോൾ ആ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വാദമാണ് GCDA പറയുന്നത്. അല്ല, അത് ആര് പറയണത്? NOC കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആരാണ്? ഇവിടെ ഒരു സർക്കാരില്ലേ, ഇവിടെ ഒരു കൊച്ചിൻ കോർപ്പറേഷൻ ഇല്ലേ, ഇവിടെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, ഇവിടെ ടൗൺ പ്ലാനിങ് ആക്ട് ഇല്ലേ? എന്തോരം പേരുണ്ട്. ഈ വാടക കൊടുത്തവരുടെ NOC എന്തിനാണ്? അതാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. എന്നിട്ട് അവ കിട്ടിയോ? അത് കിട്ടിയില്ല. രണ്ടാമത്തെ കാര്യം, ആ ദിവസം തന്നെയാണ് ചെയർമാൻ ഈ 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ്, ഈ 5 ലക്ഷം രൂപ എവിടെ നിന്ന് ഡിപ്പോസിറ്റ് കിട്ടി ചെയർമാന്? പിന്നെ 9 ലക്ഷം രൂപ വാടക. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്കൊരു സ്റ്റേഡിയം കൊടുക്കാൻ നേരത്ത് ഇത് വാടക നിശ്ചയിക്കുന്നത് ചെയർമാൻ അല്ല, അത് നോമിനേറ്റാണ്. അതിന് ജനറൽ ബോഡി ഉണ്ട്, അതിന് കുറേയധികം എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉപയോഗിക്കും, അങ്ങനെയാണ് വാടക കൊടുക്കണം. കഴിഞ്ഞ 15 വർഷം മുമ്പ് 10 ലക്ഷത്തിനാണ് വാടക കൊടുത്തത് ഒരു ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് ഉദ്ദേശിച്ചത്, എൻ്റെ പരാതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും മനസ്സിലായി കാര്യങ്ങൾ ഗൗരവമാണെന്ന് മനസ്സിലായതുകൊണ്ടല്ല ഇന്നത് കൂടിയത്. എൻ്റെ ഒരു പരാതി ഞാൻ വിജിലൻസിന് കൊടുത്തില്ലെങ്കിൽ എന്താണ് സ്ഥിതി? വിജിലൻസ് കൊടുക്കാനുള്ള കാരണം, പാലാരിട്ടം പോലീസ് കേസെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന അഴിമതി അവർ അന്വേഷിക്കില്ല. ഇതിനകത്ത് നടത്തിയേക്കുന്ന അഴിമതി മാത്രമേ ഉള്ളൂ. MLA വീണത് കൊണ്ടാണ്. എൻ്റെ ഒരു ചോദ്യം, മന്ത്രിയാണ് അവിടെ നിന്ന് വീണ വെച്ചാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്?
ഇന്ന് അനിൽകുമാർ ഇങ്ങനെയാണോ, മേയർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? മേയർക്ക് ഇന്നത്തെ പങ്കുണ്ട്. കാരണം എന്തുകൊണ്ട് ഈ നിമിഷം വരെയും ഇത് ഡെപ്യൂട്ടി മേയറിൻ്റെ ഇരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് സക്കീർ. ഈ നിമിഷം വരെ റവന്യൂ എന്നൊരു നോട്ടീസ് ഈ പറയുന്ന കൊച്ചിൻ GCDക്കോ ഈ പറയുന്ന മൃദംഗ വിഷനോ നിങ്ങൾ അയച്ചിട്ടുണ്ടോ? ഇത്ര രൂപ ഞങ്ങൾക്ക് തന്നെ നിങ്ങൾ ഈ നിമിഷം വരെ അയച്ചിട്ടില്ല. പറയട്ടെ. അല്ല, കോർപ്പറേഷനായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ മേയർ സൂചിപ്പിച്ചത്. നമ്മൾ ഇവിടെ വർത്തമാനത്തിൽ എല്ലാവരും കോർപ്പറേഷനായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കുറേ നിയമവശങ്ങൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേഷൻ്റെ അതിർത്തിയിൽ നടക്കുന്ന മുഴുവൻ വിഷയങ്ങളും സ്വാഭാവികമായും അത് ഇപ്പോൾ കേസ്മാർട്ടായി ഓൺലൈൻ സംവിധാനമായി. ഓൺലൈനിലൂടെ വന്ന് ഉദ്യോഗസ്ഥരത് കണ്ട് ഉദ്യോഗസ്ഥരത് പരിശോധിച്ച് അവർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട്. ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതിലെല്ലാത്തിലും ഉദ്യോഗസ്ഥരുടെ വൻ പ്രശ്നങ്ങൾ, അവരുടെ കൃത്യമായിട്ടുള്ള നിർവഹണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതിലൊരു തർക്കവുമില്ല. ഇവരാരും ഇതൊന്നും കൃത്യമായി അന്വേഷിക്കുന്നില്ല. രാത്രി സ്റ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജ് വെളുപ്പിന് ആ സ്റ്റേജിൽ മന്ത്രിയും ഇതേപോലുള്ള കളക്ടർ അടക്കമുള്ളവരാണ് വരേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും ആ സ്റ്റേജ് അവിടെ അങ്ങനെ ചെയ്യിക്കരുത്, ആ പ്രോഗ്രാം അവിടെ നടത്തിക്കരുത്. അത് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. ആ ഉദ്യോഗസ്ഥര ഈ നടത്തിപ്പുകാരും സംഘാടകരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിപ്പോൾ വർത്തമാനങ്ങളെല്ലാം നമ്മൾ ഒരു കെട്ടിടം വെക്കുമ്പോൾ ഉണ്ടാകുന്ന നിയമങ്ങളും വശങ്ങളും എല്ലാം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ കോർപ്പറേഷനിലൊരു കെട്ടിടം വെക്കാൻ പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടൗൺ ഹാളിലൊരു പരിപാടിക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അപേക്ഷ കൊടുത്ത് പൈസ അടച്ചതിന് ശേഷം ടൗൺ ഹാളിൽ എന്തെങ്കിലും പുറത്തൊരു സ്റ്റേജ് ഇട്ട്, അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ ആരാണ്? ചെയർമാനാണോ? അല്ല. അത് അവിടെ ഏൽപ്പിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട അസിസ്റ്റൻ്റ് എഞ്ചിനീയറോ ഉദ്യോഗസ്ഥർ പോയി പരിശോധിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് ചെയ്തിട്ട് ആ റിപ്പോർട്ടിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം. ആ നടപടി ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതും സംസാരിക്കേണ്ടതും. അപകടം സംഭവിക്കുമ്പോൾ മാത്രമാണോ വീഴ്ച തിരിച്ചറിയുന്നതെന്ന ചോദ്യം കൂടിയില്ലേ ശ്രീ ഷക്കീർ? അല്ല, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായിട്ടും ശരിയാണ്. പല ഒറ്റ സെക്കൻഡ് പറയൂ. അതായത് ഇന്ന് ചന്ദ്രൻപിള്ള എന്താ പറഞ്ഞത്? ഇവിടെ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്നതിനെ മറികടക്കാനാണ് ഞാനിവിടെ ഇരിക്കണേന്ന്. ഉദ്യോഗസ്ഥരെന്താ തീരുമാനിച്ചത്? ഇത് കൊടുക്കാൻ പാടില്ല എന്നാണ്. അതായത് ഈ സ്റ്റേഡിയം കൊടുക്കാൻ പാടില്ല. അത് അവരുടെ തീരുമാനമല്ല, അത് ബൈലോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മറികടക്കുന്നത്? അവിടെയാണ് ഈ പറയുന്ന അഴിമതി വരുന്നത്. അവിടെയാണ് ഈ പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ RIക്ക് അറിയായിരുന്നല്ലോ അവിടെ ഒരു പ്രോഗ്രാം നടക്കണമെന്ന്. നിങ്ങളുടെ സെക്രട്ടറി കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അറിയായിരുന്നല്ലോ ഇവിടെ ഒരു വലിയൊരു പ്രോഗ്രാം. എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം ചെയ്തില്ലേ? 149 മുതൽ 500 വരെ എന്നാണ് ഒരു റേറ്റ് പറഞ്ഞിരുന്നത്. അവരെന്താണ് അവിടെ പ്രഖ്യാപിച്ചത്? 30,000 പേര് പങ്കെടുത്ത സംഭവം എന്നാണ് അവർ പറഞ്ഞത്. 30,000 പേര്. അത് ഞാൻ ഈ ചാനലിൽ നിന്ന് കണ്ടാണ്, ഈ റിപ്പോർട്ട് ചാനലിൽ നിന്ന് കേട്ടതാണ്. അപ്പോൾ ഈ പറയുന്ന വിനോദ നികുതിയെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഉദ്യോഗസ്ഥനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അതിന് തർക്കം വേണ്ട. നിങ്ങൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ കയറണ്ട. കാരണം ഈ സെക്രട്ടറി അതിനകത്ത് GCD സെക്രട്ടറി എനിക്ക് അറിയാവുന്ന ഒരു അയ്യോ ഭാവമാണ്. അവരെല്ലാം ഈ ചന്ദ്രൻപിള്ളയല്ല തീരുമാനം. ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ ഒരു കാര്യം എനിക്ക് അറിയണം. റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസ് സമരം നടക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് ഒന്ന് AB സാബു, കോൺഗ്രസിൽ നിന്ന് വന്ന AB സാബു, തൊട്ടിപ്പുറത്തിരിക്കുന്ന സെക്രട്ടറി, അതിൻ്റെ തൊട്ടിപ്പുറത്തൊരാളിരിപ്പുണ്ട്. അയാളാരാ? ചന്ദ്രൻപിള്ള ഇരിക്കുന്നുണ്ട്. പിന്നെ കൊച്ചിയിലെ സലീം ഇരിപ്പുണ്ട്, MLA ഇരിപ്പുണ്ട്. തൊട്ടടുത്തൊരാളിരിപ്പുണ്ട്. അയാളാരാ? ജോബി ജോണിൽ ആ ഇരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വാട്ട് ഇസ് ദ റോൾ? എനിക്കത് മാത്രം മതി. കളക്ടർ യോഗം അവിടെ നിന്ന് എല്ലാ ജനറൽ ബോഡി എല്ലാത്തിനും ജോബി ജോൺ എന്നൊരു വ്യക്തി അവിടെ കയറിയിരിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇയാൾ ആരാണെന്ന്. GCDയുടെ ഉദ്യോഗസ്ഥനുമല്ല, ഈ പറയുന്ന MLA ഒന്നുമല്ല. അയാൾ ആരാണ്? അതാണ് നിയന്ത്രിക്കണം. അതാണ് ചന്ദ്രൻപിള്ള നിയന്ത്രിക്കണം. ഇവർ രണ്ടും കൂടി തുടങ്ങിയ ഒരു ഗൂഢാലോചനയെന്നാണ് ഞാൻ വിജിലൻസിൽ പറഞ്ഞിട്ടുള്ളൂ.